അസുര പ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. പിറ്റേന്ന് ഹൽദി ആഘോഷത്തോടെയാണ് ഹിൽ റിസോർട്ട് ഉണർന്നത്. വേദയെ മഞ്ഞ നിറത്തിലുള്ള ധാവണി ഉടുപ്പിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ജ്വല്ലറീസ് അണിയിച്ച് മിതമായ മേക്കപ്പിൽ ബ്യൂട്ടീഷ്യൻ അവളെ ഒരുക്കി. മിഴിയുടെ മഞ്ഞ നിറത്തിൽ തന്നെയുള്ള സിമ്പിൾ ഗൗണായിരുന്നു വേഷം. വേദയും മിഴിയും റെഡിയായി കഴിഞ്ഞ് ഗാർഡ്സിനൊപ്പം പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ഗാർഡനിലേക്ക് അവർ വന്നു. ലച്ചു, ഹരി തന്നെ വേദയെ പിടിച്ച് അവൾക്കായുള്ള ഇരിപ്പിടത്തിലിരുത്തി. വേദ അവനെ നോക്കി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തനിക്കായി കിട്ടിയതിൽ അത്രയും സന്തോഷത്തിലായിരുന്നു വേദ. ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നിമിഷത്തിൽ അവളുടെ കണ്ണുകൾ തന്റെ പ്രിയപ്പെട്ടവനായി അവിടെ ആകെ ഓടി നടന്നു. ആ കണ്ണുകൾ പാഞ്ഞതുപോലെ യാദവിനൊപ്പം മഞ്ഞ നിറത്തിലെ കുർത്തയും വൈറ്റ് പാന്റിലും വരുന്ന അർജുനിൽ പ്രണയത്തോടെ ഉറച്ചു നിന്നു. ലച്ചുവേ, എന്റെ ഏട്ടനെ ഇങ്ങനെ ഊറ്റല്ലേ? ഹരിയുടെ കളിയാക്കൽ ചെവിക്കടുത്ത് കേട്ടപ്പോഴാണ് വേദ ചളിപ്പോടെ അവനിൽ നിന്നും കണ്ണു മാറ്റിയത്. പക്ഷെ ആ ഒരു നിമിഷത്തിന് ശേഷം വീണ്ടും അവളുടെ കണ്ണുകൾ അവനിൽ തന്നെയായി നിന്നു. കോട്ടും സൂട്ടുമായി എക്സിക്യൂട്ടീവ് ലുക്കിൽ മാത്രം കണ്ടിട്ടുള്ള അർജുനെ അന്നാദ്യമായായിരുന്നു വേദ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത്. അർജുൻ അവളുടെ മുന്നിൽ വന്നു നിന്നത് അവന്റെ കയ്യാൽ മഞ്ഞൾ അവളുടെ കവളിൽ പതിഞ്ഞപ്പോഴാണ് വേദ തിരിച്ചറിഞ്ഞത്. അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയില്ലെങ്കിലും കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം, പ്രണയം ഒക്കെ വേദ കണ്ണു നിറച്ചു നോക്കിയിരുന്നു. പിന്നീട് ഹരിയും മിഴിയും യാദവും അവൾക്ക് മഞ്ഞൾ ചാർത്തി പിന്മാറിയതുപോലും വേദ അറിഞ്ഞില്ല. ജഗൻ, രഞ്ജിത്ത്, ജെറി, നിങ്ങളും വാ. ഹരി തങ്ങളെ വിളിച്ചപ്പോ ഒരു മടിയോടെയാണെങ്കിൽ അവരും വേദയ്ക്ക് അടുത്ത് വന്ന് മഞ്ഞൾ ചാർത്തി. പിന്നീട് അർജുനെ നിർബന്ധിച്ച് ഹരി പിടിച്ചിരുത്തുന്നതും അവന്റെ മുഖത്ത് മഞ്ഞൾ തേക്കുമ്പോൾ അർജുൻ അവനെ കൂർപ്പിച്ചു നോക്കുന്നതും എല്ലാം വേദ ചിരിയോടെ നോക്കിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് താൻ ഇത്രയും സന്തോഷത്തിൽ മനസ്സ് തുറന്നിരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയി വേദയ്ക്ക്. ഇവരുടെ ഈ നിമിഷങ്ങളെല്ലാം ക്യാമറയിൽ വീഡിയോ ആയും ചിത്രങ്ങളായും ആ നിമിഷത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. ലച്ചു, വാ, ഏട്ടന് മഞ്ഞൾ തേക്ക്. അവരെ നോക്കി നിൽക്കുന്ന വേദ ഹാരിയുടെ വിളി കേട്ട് കണ്ണുമിഴിച്ച് അവൾ വെപ്രാളത്തോടെ അർജുനെ നോക്കി. അവന്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. വേദ പിടച്ചിലോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി മുഖം കുനിച്ചു. നിമിഷ നേരം കൊണ്ട് നാണത്താൽ ചുവന്ന പൂക്കൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു. ഇരുന്ന് ബ്ലഷ് അടിക്കാതെ വാടി പെണ്ണെ. ഹരി കുറുമ്പോടെ വന്ന് വേദയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു. ശ്രീ, അത് പിന്നെ വേണ്ട. വേദ ദയനീയമായി പറഞ്ഞു. നിനക്ക് ഏട്ടൻ മഞ്ഞൾ തേച്ചെന്നല്ലോ, അപ്പൊ നീ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അപ്പൊ നിനക്കും തേക്കും. ഇങ്ങോട്ട് വാ. ഹരി അവളെ പിടിച്ചു വലിച്ച് അർജുന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. വേദ ഹരിയെയും അർജുനെയും മാറി മാറി നോക്കി. ഓ ചെയ്യേ, കിട്ടിയ അവസരമാണ്. ഹരി അവളെ തള്ളിവിട്ടത് വേദ കുനിഞ്ഞു മഞ്ഞൾ കയ്യിലെടുത്ത് അർജുനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ അവളിൽ നിന്നും വിട്ടുമാറില്ലെന്ന് കണ്ട് വേദയുടെ കൈ പോലും വിറച്ചു. ഒരു വാള് കൊണ്ടുവന്ന് തരട്ടെ ചേച്ചി, ഇപ്പൊ തുള്ളുവല്ലോ. മിഴികൂടി കളിയാക്കിയത് വേദ അവളെ കൂർപ്പിച്ചു നോക്കി. അർജുന്റെ കവളിൽ പതിയെ ഒരു തൂവൽ കൊണ്ട് സ്പർശിക്കും പോലെ മഞ്ഞൾ തേച്ചു. ആ നിമിഷം അവന്റെ ചുണ്ടിന്റെ കോണിൽ അവൾക്കായി ഒരു പുഞ്ചിരി വിരിഞ്ഞു വന്നു. അത് കാണെ അവളുടെ കണ്ണുകൾ വിടർന്നു. ഇരുവരുടെയും കണ്ണുകൾ കോർത്ത നിമിഷം, അത്രയും മനോഹരമായ നിമിഷം ക്യാമറയിൽ പതിഞ്ഞത് ഇരുവരുടെയും മുഖത്തേക്ക് മഞ്ഞൾ ചേർത്ത് വെള്ളം വീണത് ഒരുമിച്ചായിരുന്നു. വേദ പേടിയോടെ കണ്ണു മുറുക്കി അടച്ച് കൈകൊണ്ട് മുഖം തുടച്ച് വെള്ളം വന്ന വഴി നോക്കിയത് അവളെ നോക്കി ഇളിയോടെ നിൽക്കുന്ന മിഴിയെയും ഹരിയെയും കണ്ടു. വേദയും അർജുനും അവരെ കള്ള ഗൗരവത്തോടെ കൂർപ്പിച്ചു നോക്കി. ദിസ് ടൈം ഫോർ സെലിബ്രേറ്റ് ഏട്ടാ, ഹരി വിളിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും കളർ ബലൂണിൽ നിറച്ച മഞ്ഞൾ വെള്ളം അവർക്ക് നേരെ എറിഞ്ഞു. സ്ത്രീ, കുഞ്ഞാ, വേദയും അർജുനും ഒരുപോലെ വിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. ഒന്നാനെങ്കിലും ഹരി പിന്നിലേക്ക് ചൂട് വെച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു നീങ്ങി. അവനു പുറകെ അവരെ ഒന്ന് നോക്കി മിഴിയും ഒരു വഴി ഓടി. മിഴി, നിക്ക്. വേദ സ്കർട്ട് അല്പം പൊക്കി ഗാർഡ്സ് വെച്ചുകൊണ്ട് നിൽക്കുന്നു ബലൂൺ എടുത്ത് അവൾക്ക് പുറകെ വെച്ചു പിടിച്ചു. അർജുൻ അത് നോക്കിക്കൊണ്ട് ഗാർഡ്സിന്റെ പുറകിൽ നിൽക്കുന്ന ഹരി ഒന്ന് കണ്ണു ചുരുക്കി നോക്കി. അടുത്ത നിമിഷം യാദവിനെ ഒന്ന് നോക്കിയത് യാദവ് കൊടുത്ത മഞ്ഞൾ നിറഞ്ഞ കലം വെള്ളം അർജുന്റെ കയ്യിലെത്തിയിരുന്നു. ഏട്ടാ, നോ. ഹരി വിളിച്ചു കഴിയും മുന്നേ ആ വെള്ളം അവന്റെ മേലേക്ക് വീണു. യാദവിന്റെ ചിരി കേട്ട് പല്ല് കടിച്ചുകൊണ്ട് ഹരി കയ്യിലിരുന്ന ബലൂൺ അവന്റെ മുഖത്തേക്ക് വായിലായ വെള്ളം തുപ്പിക്കൊണ്ട് യാദവും ഹരിക്ക് മേലെ ബലൂൺ എടുത്തെറിഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞൾ എറിഞ്ഞുകൊണ്ടും എല്ലാവരും ആ ആഘോഷത്തിൽ നിറഞ്ഞാടി. ആ ആഘോഷം എല്ലാം അതിന്റെ ഭംഗിയോടുകൂടി ആസ്വദിച്ചുകൊണ്ട് ഉച്ചയോടെ എല്ലാവരും പിരിഞ്ഞു. ഇനി വൈകിട്ട് മെഹന്തിയാണ്. അതും ആ റിസോർട്ടിൽ തന്നെ വലിയ ഹാളിൽ ഭംഗിയായി നടന്നു. ആ സമയം അവരുടെ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വസിഷ്ഠ കുടുംബവും അവരിൽ പങ്കുചേർന്നു.
ആദ്യം ജാട കാണിച്ച് പിന്നിലേക്ക് നിന്ന് ശ്രദ്ധയെ ഹരിതന്റെ കൂടെ കൂട്ടി. മെഹന്തി എല്ലാം കഴിഞ്ഞു. എല്ലാവരും കൂടി ഒന്നിച്ച് കഴിഞ്ഞ ഒരുപാട് വൈകിയാണ് എല്ലാവരും കിടക്കാൻ പോയത്. എന്തേ ചേച്ചി, കിടക്കുന്നില്ലേ? ഫ്രഷായി വന്ന് ബാൽക്കണിയിൽ നിൽക്കുന്ന വേദയെ കണ്ട് മിഴി ചോദിച്ചു. വേദ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും ഇരുട്ടിലേക്ക് നോക്കി നിന്നു. മിഴി നെറ്റി തുളിച്ചുകൊണ്ട് അവൾക്കടുത്തായി വന്നു നിന്നു. ഇതെല്ലാം സ്വപ്നമാണോ മിഴി? വേദ ചോദിച്ചു പോയി. എന്തേ അങ്ങനെ തോന്നുന്നു? മിഴിയും ചോദിച്ചു. ഇതുപോലെയൊക്കെയുള്ള ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ മിഴി. ഇപ്പോഴുമെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, വേദ പറഞ്ഞത്. മിഴി അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. വേദയുടെ മുഖം ഇപ്പോഴും അവശേഷിക്കുന്ന മഞ്ഞ നിറത്തുള്ള കവിളിൽ അമർത്തിമുത്തി. ഇപ്പോഴോ? എല്ലാം യാഥാർത്ഥ്യമാണ് ചേച്ചി. നാളെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏട്ടന്റെ താലിയും ഈ കഴുത്തിൽ വീഴും. മിഴി അകന്നു മാറി പറഞ്ഞത്. വേദ ചിരിച്ചുപോയി. അതിനാണ് വേദ കാത്തിരിക്കുന്നത്, വേദ പറഞ്ഞുകൊണ്ട് ചുവന്ന നിറത്തിൽ കയ്യിൽ എഴുതിയിരിക്കുന്ന അർജുൻ ദേവ് എന്ന പേരിലേക്ക് പ്രണയത്തോടെ നോക്കി. ഒനിയൻ പിങ്ക് നിറത്തിലുള്ള പട്ടുസാരി, ട്രഡീഷണൽ ഗോൾഡൻ ജ്വല്ലറീസ് അണിഞ്ഞുകൊണ്ട്, താമരപ്പൂക്കളും മുല്ലയും കൊണ്ട് അലങ്കരിച്ച ഒരു ദേവതയെ പോലെ ഒരുങ്ങി വേദ. കുടുംബക്ഷേത്രത്തിന്റെ പടികൾക്ക് താഴെ നിൽക്കുന്ന വേദയുടെ മനസ്സ് ഇനി കുറച്ചു നിമിഷങ്ങൾക്കകം തന്റെ പ്രണയത്താലി ഈ കഴുത്തിൽ വീഴുമെന്നത് ചെറുതല്ലാത്തൊരു സന്തോഷം നിറച്ചു. അവൾ വിടർന്ന കണ്ണുകളോട് ആ നിമിഷമെല്ലാം കണ്ണുകൾ കൊണ്ട് ഒപ്പിയുള്ളിൽ ഓരോർമ്മകളായി നിറച്ചു വെച്ച്. ലച്ചു! പടികൾ വേഗത്തിൽ ഓടിയിറങ്ങിക്കൊണ്ട് കിതച്ചുകൊണ്ട് തനിക്കരികിൽ വന്നു നിൽക്കുന്നവന് സ്നേഹത്തോടെ വേദ നോക്കി. കരിയിട്ടിരിക്കുന്നു പർപ്പിൾ കളർ കുർത്തയിൽ മുഖം ചരിച്ചു തുടച്ചുകൊണ്ട് അവൾക്ക് നേരെ തന്റെ വലത് കരം നീട്ടി. എന്റെ ലച്ചു, എന്റെ കൈ പിടിക്കാനല്ലേ കാത്തുനിന്നത്? ഹരി നിറഞ്ഞ ചിരിയോട് ചോദിച്ചത്. വേദ ആണെന്ന പോലെ തലകുലുക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. വാ, നിക്ക് നിക്ക്! ഹരി വേദയെ കൂട്ടി പടിയിലേക്ക് കാൽ വെച്ചതും യെല്ലോ റെഡ് ട്രഡീഷണൽ ദാവി പൊക്കി പിടിച്ചുകൊണ്ട് വേദയുടെ മറുവശം അവൾ ഓടി വന്ന് പിടിച്ചു. നീ ഇപ്പൊ എന്തിനാ ഓടി വന്നേ? ഹരി അവളെ കൂർപ്പിച്ചു നോക്കി. എന്റെയും ചേച്ചിയാ. മിഴി അവനെ നോക്കി ചുണ്ടുകൂട്ടി. ഹരി പല്ല് കടിച്ചുകൊണ്ട് അവൾക്ക് പുറകിലായി നിൽക്കുന്ന കശ്യപിനെയും മായയെയും ഒന്ന് നോക്കി വേദയുമായി പടികൾ കയറി. ശ്രീകൃഷ്ണന്റെ മുന്നിൽ കൽമണ്ഡപത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്ന അർജുനെ വേദ കണ്ണുകൾ ഉയർത്തി നോക്കി. ഗോൾഡൻ കളർ കുർത്തേ, വെള്ളം. വേദയ്ക്ക് അവന്റെ ചുളിഞ്ഞ മുഖം കണ്ട് നെറ്റി ചുളിഞ്ഞുവെങ്കിലും കാര്യം പിടികിട്ടിയതും ചിരി വന്നു. മുണ്ടെടുക്കുന്നത് പോയിട്ട് കാണുന്നത് തന്നെ കലിയാണ് അർജുന്. അപ്പോഴാ മുണ്ടെടുത്തിരിക്കുന്നത്. വേദയുടെ ചുണ്ടിൽ അവനെ കണ്ട് ചിരി പൊട്ടിപ്പോയി. നിന്റെ പണിയാണോ ശ്രീ? അവളോട് ചേർന്ന് നിൽക്കുന്നവനോട് വേദ പതിയെ ചോദിച്ചു. കല്യാണത്തിന് പാന്റും കോട്ടും ഇടാൻ പറ്റുമോ? അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് അർജുനെ നോക്കി. വീർത്ത മുഖത്ത് പൊടുന്നതിന്റെ ഒരു ചിരി മിന്നു. ചിരിക്കണ്ടാട്ടോ, കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എഴുന്നേറ്റ് ഒരുക്കളി. വേദ അവന്റെ ചിരി കണ്ടു പറഞ്ഞത്. കരിമുഖം കുരിച്ചെന്ന് ചിരി വിതുക്കി. അപ്പോഴേക്കും മണ്ഡപത്തിനടുത്ത് അവരെത്തിയിരുന്നു. വേദയെ കൈപിടിച്ച് ഹരി തന്നെ അർജുനടുത്തായിരുത്തി. വേദ വാമഭാഗത്തിരിക്കുന്നവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവനും അവളെ നോക്കി ഒന്ന് കണ്ണു കൂർപ്പിച്ചതും വേദ അവനിൽ നിന്നും നോട്ടം മാറ്റി നേരെ നോക്കി കൈകൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ക്ഷേത്ര പൂജാരി ശ്രീകോവിലിൽ നിന്നും താലം കൊണ്ടുവന്നതും വേദ കണ്ണു തുറന്ന് ആ താലിയിൽ ഉറ്റുനോക്കി. അതിൽ വാഴയിലയിലെ ചന്ദനത്തിനും ഭസ്മത്തിനും പൂക്കൾക്കും ഇടയിൽ കാണുന്ന താലിയിലേക്ക് അവൾ ഉറ്റുനോക്കി. ഇതുവരെ ഇല്ലാതിരുന്നൊരു കിതപ്പ് ആ താലി കണ്ടോടെ തന്റെ ഹൃദയത്തിൽ അറിഞ്ഞതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. പൂജാരി അവർക്ക് മുന്നിൽ വന്നതും ഇരുവരും നേരെ പുണ്യാഹവും നെറ്റിയിൽ ചുളാൻ ചന്ദനവും നീട്ടി. പരസ്പരം അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുമ്പോൾ അവളുടെ കണ്ണിൽ തിളക്കം മതിയായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നു പിരിമുറുക്കം അവസാനിക്കാൻ. പൂജാരി അർജുന്റെ പെങ്ങളുടെ സ്ഥാനത്ത് വേദയ്ക്ക് തൊട്ടു പിന്നിൽ മിഴിയെ നിർത്തിയതും ചുറ്റും കൂടി യാദവ്, മായ, ഹരി, ജഗൻ, രഞ്ജിത്ത്, നിയ, വരുൺ, വേറെ കുറച്ച് വേണ്ടപ്പെട്ടവർക്ക് പൂക്കൾ നൽകിക്കൊണ്ട് താലത്തിലെ താലി വസിഷ്ഠയ്ക്ക് നേരെ നീട്ടി. അച്ഛന്റെ കർത്തവ്യം. ഒരു നിമിഷം ഹരിയുടെയും മിഴിയുടെയും വേദയുടെയും അർജുന്റെയും മനസ്സിൽ ചന്ദ്രച്ഛനും വേദുവും അമ്മയും രാധികാമ്മയും ലക്ഷ്മണനും സീതയും ഒക്കെ കടന്നുപോയി. അയാൾ നീട്ടിയ താലി ഇരു കൈകൊണ്ടും വാങ്ങി അർജുൻ വേദയെ ഒന്ന് നോക്കി. അവൾ കൈകൂപ്പി തലകുനിച്ചത് അർജുൻ ഹരിയുടെ നിറഞ്ഞ സന്തോഷം കണ്ട് വിടർന്ന മുഖത്തേക്ക് നോക്കി. അവളുടെ കഴുത്തിലേക്ക് ആ താലി ചേർത്ത് കെട്ടിയിരുന്നു. പിന്നിൽ നിന്നിരുന്ന മിഴി നിറഞ്ഞ ചിരിയോടെ വേദയുടെ മുടി പൊത്തിക്കൊടുത്തു അവളുടെ കടമ നിർവഹിച്ചു. കഴുത്തിൽ താലി ചാർത്തി പൂജാരി നീട്ടിയ സിന്ദൂരം അവളുടെ നെറുകയിൽ ചാർത്തുമ്പോഴേക്ക് വേദയുടെ കണ്ണുനീർ കവിളിനെ ചുംബിച്ചു കഴിഞ്ഞിരുന്നു. പരസ്പരം ഹാരം കൂടി അണിയിക്കുമ്പോൾ ഇരുവരുടെയും കണ്ണും മനസ്സും ഒന്നായി തന്റെ പ്രണയം സ്വന്തമാക്കിയ ആനന്ദത്തിലായിരുന്നു.
വസിഷ്ഠ തന്നെയായിരുന്നു വേദയെ കൈപിടിച്ച് അർജുന്റെ കയ്യിൽ ചേർത്ത് വെച്ച് കന്യാദാന ചടങ്ങ് നിർവഹിച്ചത്. അവളുടെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് തോരാതെ പെയ്ത ആ കണ്ണുനീർ മറുകൈ കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ പതിയൊന്ന് ചുംബിച്ചു വരച്ചു. വേദ നിറഞ്ഞ പ്രണയത്തോടെ അവനെ നോക്കി ചിരിച്ചു. ശ്രീകോവിലിനകത്ത് കയറി പ്രാർത്ഥിച്ച് വലം വെച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും ഫോട്ടോഗ്രാഫേഴ്സും ഹരിയും അവരെ പിടികൂടി. പിന്നീട് ഹരിയും മിഴിയും പറയുന്നത് പോലെയൊക്കെ അർജുനും വേദയും കൊണ്ട് ആ ക്ഷേത്രം മുഴുവനും നടന്ന് ഫോട്ടോ എടുപ്പിച്ചു ഹരി. ഇടയ്ക്ക് തന്നെ കൂർപ്പിച്ചു നോക്കിയ അർജുനോട് ആകെ ഒരു കല്യാണമേ ഉള്ളൂ, അപ്പൊ എടുക്കാം എന്ന് പറഞ്ഞ് കെഞ്ചി. അതോടെ മൗനാനുവാദം കിട്ടിയതും ഹരി മുതലാക്കി. മതി ഹരിക്കുട്ട, ഇപ്പൊ ഇറങ്ങിയാൽ സമയത്ത് അങ്ങെത്തും, വസിയച്ഛൻ വന്ന് അവനോട് പറഞ്ഞു. അർജുനും വേദയും ഒരു കാറിലും യാദവും മിഴിയും ഹരിയും ജഗനും വേറെ കാറിലും ബാക്കിയുള്ളവർ അവരവരുടെ വണ്ടിയിലും മാണിക്കോത്ത് തറവാട്ടിലേക്ക് തിരിച്ചു. ആ ക്ഷേത്രത്തിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു മാണിക്കോട്ട് തറവാട്ടിലേക്ക്. തലേ ദിവസം പാർട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അധികം ആരും തന്നെ തറവാട്ടിലേക്ക് ഉണ്ടായിരുന്നില്ല. ഇനിയൊരു പാർട്ടിയും വേണ്ടെന്ന് അർജുൻ മുന്നേ പറഞ്ഞിരുന്നു. കാറിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലിയിലായിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവന്റെ ശ്രദ്ധ അവളിലേക്ക് പാളി വീണു. വേദ, അർജുൻ ഒന്ന് വിളിച്ചു. കാറിൽ കയറി ഇത്രയും നേരമായിട്ടും അവളുടെ കണ്ണുകൾ തന്നിൽ വീടില്ല എന്നത് അവനെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥനാക്കി തുടങ്ങിയത്. വേദ, അവൻ വീണ്ടും വിളിച്ചു. താലിയിൽ നിന്നും നോട്ടം മാറ്റാതെ അവൾ മൂളി. ഡേ, ഇങ്ങോട്ട് നോക്കടി, കുറെ നേരം ആയല്ലോ നീ അതിൽ കണ്ണും തള്ളിയിരിക്കുന്നു, വലിച്ചു പിടിച്ച് കളയുന്നേ. വീണ്ടും അവളിൽ നിന്ന് ഒരു നോട്ടം പോലും തന്നിലേക്ക് വീഴുന്നില്ലെന്ന് കണ്ട് അർജുൻ വണ്ടി സൈഡാക്കി ഉറക്കിയലറി. വേദ പേടിയോട് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിപ്പോയി. ഈ കാറിൽ നീ മാത്രമല്ല ഞാനും ഉണ്ട്, കാണുന്നുണ്ടോ നീ എന്നെ? കുറെ നേരമായി അതിൽ പിടിച്ചോണ്ടിരിക്കുന്നു. അർജുൻ ദേഷ്യത്തോടെ അവളുടെ കൈക്ക് മുട്ടിന് മുകളിൽ പിടിച്ചു മുറുക്കി. വേദ കണ്ണു നിറച്ചുകൊണ്ട് പേടിയോടെ അവനെ നോക്കിയിരുന്നു. അപ്പോഴും ഒരു കൈ അവളുടെ താലിയിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് കേട്ടില്ല വേദ നീ? അർജുൻ വീണ്ടും ചോദിച്ചുകൊണ്ട് അവളിലെ പിടി ഒന്നുകൂടെ മുറുക്കി. വേദ കണ്ണു നിറച്ച് അവനെ നോക്കി. കരയരുത്, പറയ്, ഞാൻ ഈ കാറിൽ നിനക്കൊപ്പം ഉള്ളത് നീ കണ്ടില്ലേ? അർജുന്റെ സ്വരം മുറുകിയതും വേദ താലിയിൽ നിന്നും പിടിവിട്ട് അവളിൽ പതിഞ്ഞ കണ്ണുനീർ തുടച്ചു നീക്കി. കണ്ടു, വേദ വിറയലോടെ പറഞ്ഞു. അർജുന് അവളുടെ പേടിച്ചുള്ള വിരണ്ട ശബ്ദം കേൾക്കെ വല്ലാതെ തോന്നി. അവൻ അവളിൽ നിന്നും കൈയച്ചുകൊണ്ട് സീറ്റിൽ നേരെ ഇരുന്ന് ഒന്ന് വിശ്വസിച്ചു. പിന്നെ വീണ്ടും വന്ന് അവളെ നോക്കി. ചുണ്ടു കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കുകയാണ് അവൾ. വേദ, എനിക്ക് മുന്നിൽ കരയില്ലല്ലോ നീ, പിന്നെ എന്താ ഇപ്പോ? അവൻ ശാന്തമായി ചോദിച്ചു. വേദമിണ്ടാതെ അവനെ ഒന്ന് നോക്കി. നേരത്തെ കണ്ട ദേഷ്യം ഇപ്പൊ ഇല്ലെന്ന് കണ്ട് അവൾ പതി അവന്റെ അടുത്തേക്ക് ചാഞ്ഞ് ആ തോളിൽ തലവെച്ചു. ഒരുപാട് സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഒരുപാട് ആഗ്രഹിച്ചത് എന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് കാണുമ്പോൾ. കണ്ടിട്ട് മതി വരുന്നില്ല ദേവേട്ട, അത്രയും തീവ്രമായി വേദ ഈ കൈകൊണ്ട് ഒരു താലി ആഗ്രഹിച്ചിരുന്നു, അല്ലാതെ മനഃപൂർവ്വം നോക്കാതിരുന്നതല്ല, അവൾ പതിയെ പറഞ്ഞു. അർജുൻ തലചരിച്ച് അവളെ ഒന്ന് നോക്കി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അർജുൻ അവളെ ചേർത്ത് പിടിച്ച് തോളിലൊന്ന് തട്ടി. പോ, മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി അവൻ ചോദിക്കാൻ വന്നത്. ഫോൺ ബെല്ലടിച്ചു. ഹരിയായിരുന്നു അത്. ഏട്ടാ, ഞങ്ങളുടെ അവിടെ എത്തി, നിങ്ങളെവിടെയാ? 10 minutes കുഞ്ഞ, ഇപ്പോൾ എത്താം, അർജുൻ പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് വണ്ടിയെടുത്തു. വേദ സീറ്റിൽ ചാരി നേരെ ഇരുന്നു കൊണ്ട് അവനെ നോക്കിയിരുന്നു. ചുണ്ടിലിളം പുഞ്ചിരി ഇരുവരിലും മുട്ടിട്ടിരുന്നു. അപ്പോൾ മാണിക്കോത്ത് തറവാട്. അർജുനെ വേദയും കാത്ത് മുറ്റത്ത് തന്നെ ഗാർഡ്സും വസിഷ്ഠ കുടുംബവും നിന്നിരുന്നു. 2 ദിവസം കൊണ്ട് പഴമയുടെ തിളക്കം നിലനിർത്തിക്കൊണ്ട് ഒരു കല്യാണ വീടിന്റെ ഒരുക്കം അവൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്രയും മനോഹരമായിരുന്നു തറവാട്. കാറിലിരുന്നു കൊണ്ട് ഹരി തറവാടിനെയും അപ്പുറത്തെ മുറ്റത്ത് നിന്നും എവിടേക്ക് എല്ലാം നോക്കി നിൽക്കുന്നു. രാജശേഖരനെയും മകളെയും ഭാര്യയെയും നോക്കി. അവന്റെ ചുണ്ടിൽ പുച്ഛത്താലൊന്ന് വിടർന്നു. ഹരിയേട്ടാ, മിഴി അവരെ നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ പിടിമുറുക്കി. അന്നത്തെ ദിവസത്തിന് ശേഷം അവൾക്ക് ഗായത്രിയെ കാണുന്നത് പോലും പേടിയാണ്. ഞാനുണ്ട് മിഴി, ഹരി അവളെ ചേർത്ത് പിടിച്ചു. അതാ വസിഷ്ഠ കുടുംബമല്ലേ? അവരാണോ ഈ തറവാട് പുതുക്കിപ്പണത്? അവർക്കാണോ അർജുൻ ഈ തറവാട് കൊടുത്തത്? ശേഖരൻ ആരോടുന്നില്ലാതെ പറഞ്ഞു. ഗായത്രി അയാളെ കണ്ണു ചുരുക്കി നോക്കി. അത് അർജുന്റെ അച്ഛൻ ചന്ദ്രശേഖരന്റെ പെങ്ങളും ഭർത്താവും മകളുമാണ്. നീ ഒരിക്കലല്ലേ കണ്ടിട്ടുള്ളൂ, അതാ ഓർമ്മയില്ലാത്തത്. അവളുടെ നോട്ടം കണ്ട് അയാൾ പറഞ്ഞു. ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഗായത്രി ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം? അർജുൻ അമ്മ വീട്ടുകാരെക്കാൾ അടുപ്പം ഇവരോടാണ്. മുമ്പ് കേട്ടിട്ടുണ്ട് അവനെ ബിസിനസ്സിൽ കൊണ്ടുവന്നതും എല്ലാം പഠിപ്പിച്ചതും. അർജുൻ ഇത്രയും പെട്ടെന്ന് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടിയതിനൊക്കെ എല്ലാം കാരണം അയാളാണെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അർജുന്റെ ഗുരുവെന്നോ തലയെന്നോ ഒക്കെ പറയാം. ചന്ദ്രനേക്കാൾ അർജുൻ വില നൽകുന്നതും അയാൾക്കാണ്. ശേഖരൻ വസിഷ്ഠയെ ഉറ്റുനോക്കി. ഗായത്രിയും അവർക്കടുത്തു നിന്ന് കേട്ട സുമയും അവരെ ഉറ്റുനോക്കിപ്പോയി. തൊട്ടടുത്ത നിമിഷം അവരിൽ നിന്നും മാറി നിൽക്കുന്ന പെൺകുട്ടിയിൽ ഗായത്രിയുടെ കണ്ണു പതിഞ്ഞു. അത് അയാളുടെ മോളാണോ?
ഗായത്രി ശ്രദ്ധയെ ചൂണ്ടി ചോദിച്ചു. ശേഖരൻ മൂളി. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ് അർജുന്റെ കാർ വന്നു നിന്നത്. അത് കണ്ട് ഹരിയും മിഴിയും കാറിൽ നിന്നിറങ്ങി. ഹരിയല്ലേ അത്? കൂടെ ആ പെണ്ണും? ഗായത്രിയുടെ നടന്നു വരുന്ന ഹരിയിലും അവന്റെ കയ്യിൽ പിടിച്ചു വരുന്ന മിഴിയിലും പതിഞ്ഞു. ഇത്ര പെട്ടെന്ന് ഹരി എഴുന്നേൽക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. ആ ഞെട്ടൽ അവരിലുണ്ടായിരുന്നു. അവരെ ശ്രദ്ധിച്ച ഹരിയും അത് കണ്ടിരുന്നു. ഇനിയാണ് ഞങ്ങൾ ശരിക്കും നെട്ടാൻ പോകുന്നത് ശേഖര. തുടങ്ങിക്കഴിഞ്ഞു. ഹരി ചുണ്ടുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് അർജുന്റെ കാറിനടുത്തേക്ക് ചെന്നു. കാറിൽ നിന്ന് ഒരു വരന്റെ വേഷത്തിൽ ഇറങ്ങുന്ന അർജുനെ കണ്ട് കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോലെ തോന്നി അവർക്ക്. അർജുൻ വേദയുടെ സൈഡിൽ വന്ന് ഡോർ തുറന്നു അവളുടെ കയ്യിൽ പിടിച്ചിറക്കി. വേദയുടെ നെഞ്ചെടുപ്പ് അർജുന്റെ മാറി വരുന്ന ഭാവത്തിൽ ഉയർന്നുപോയി. ഇറങ്ങ്, അർജുൻ പറഞ്ഞത് വേദ വേഗത്തിൽ ഇറങ്ങി. അർജുന്റെ കൈയും പിടിച്ച് കാറിൽ നിന്നും ഇറങ്ങി. അവന്റെ അടുത്ത് കല്യാണ വേഷത്തിൽ അവന്റെ താലിയും അണിഞ്ഞു നിൽക്കുകയാണ് വേദ. ഗായത്രി പിന്നിലേക്കൊന്ന് വേച്ചുപോയി. ഇങ്ങനെയൊന്നും അവൾ പ്രതീക്ഷിച്ചില്ല. ആ പന്ന മോള്. ദേഷ്യത്തിൽ അവൾ പിറുപിറുത്തു. അന്നേ തോന്നി അവന്റെ കീപ്പാണെന്ന്. പക്ഷെ കെട്ടി കൂടെ പൊറപ്പിക്കുമെന്ന് കരുതിയില്ല. ശേഖരൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഹരി മുന്നിലേക്ക് ചെന്ന് വീടിന്റെ ഡോർ തുറന്നതും മായയും മിഴിയും അകത്തേക്ക് കയറിപ്പോയി. തിരികെ വേഗം തന്നെ നിലവിളക്കും താലവുമായി ഇരുവരും എത്തുകയും ചെയ്തു. ഏട്ടത്തിയെ കൊണ്ട് മുന്നിലേക്ക് വാ, മിഴി വിളിച്ചതും അർജുൻ വേദയുടെ കൈ പിടിച്ച് അവർക്ക് മുന്നിൽ വന്നു നിന്നു. മിഴി തന്നെയായിരുന്നു ആരതി ഒഴിഞ്ഞത്. മായ കൊടുത്ത നിലവിളക്ക് വാങ്ങി അർജുനെ ഒന്ന് നോക്കി ഇരുവരും ഒന്നിച്ചകത്തേക്ക് കയറി. അർജുന്റെ ആരും അല്ലാഞ്ഞിട്ട് കൂടി അവൾ കാണിച്ച അഹങ്കാരം ഇപ്പൊ അവന്റെ താലിയും കഴുത്തിലിട്ട്. പാടില്ല, ആ താലി അവളുടെ കഴുത്തിൽ വേണ്ട. പൊട്ടിച്ചെറിയണം, നശിപ്പിക്കും ഞാൻ. ഗായത്രി അവർ കാണാതെ ദേഷ്യത്തിൽ പറഞ്ഞു. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇനിയൊന്നും വൈകരുത്, കൂട്ടത്തോടെ കത്തിക്കണം. ശേഖരൻ പകയാൽ മുരണ്ടു. ഇരുവരും അകത്തേക്ക് കയറിയവരെ പകയോടെ നോക്കിക്കൊണ്ട് അവരുടെ വീടിനകത്തേക്ക് കയറിപ്പോയി. തന്റെ മകളും ഭർത്താവും പറയുന്നത് കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ആ സ്ത്രീ അപ്പൊ തന്നെ അകത്തേക്കൊന്ന് നോക്കി മുറ്റത്തേക്ക് ഇറങ്ങി മാണിക്കോത്ത് തറവാട്ടിലേക്ക് നടന്നു. ആദ്യമായി വരുന്നത് കൊണ്ട് തന്നെ വേദാകത്തേക്ക് കയറി ചുറ്റുമൊന്ന് നോക്കി. കൊട്ടാര സാദൃശ്യമായി കാണുന്ന ആ വീട് കാണാൻ അവളുടെ കണ്ണു വിടർന്നു. ആദ്യം അവരെല്ലാം താമസിച്ചിരുന്ന വീട് തികച്ചും മോഡേൺ ആയിരുന്നു. എങ്കിൽ ഈ വീട് എല്ലാം കൊണ്ട് പഴയ തറവാടിന്റെ ഭംഗി നിലനിർത്തുന്നതായിരുന്നു. എന്നാൽ ഇന്നത്തേതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താനും. വാ മോളെ, മായവേദയെ വിളിച്ച് പൂജാമുറിയിലേക്ക് നടന്നു. ആ നേരം അർജുനും ഹരിയും യാദവും അടങ്ങുന്നു അവരുടെ ഗാർഡ്സ് ഹാളിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയിരുന്നു. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. വേദയും അവർക്കൊപ്പം പുറത്തേക്ക് വന്നു. ഇനി അടുപ്പിൽ അഗ്നി പകർന്നുകൊണ്ട് ഒരു ചെറിയ പാലുകാച്ചൽ നടത്തണം. വീണ്ടും ഒരു പുതിയ ജീവിതമല്ലേ. വർഷങ്ങൾക്ക് ശേഷം ഈ വീടിന് ജീവൻ വെച്ചതും ചടങ്ങുകളെല്ലാം വേണം. മായ പറഞ്ഞുകൊണ്ട് മിഴിയും വേദയും കൂടി കിച്ചണിലേക്ക് പോയി. ശ്രദ്ധ ഇതിലൊന്നും താല്പര്യമില്ലാത്തതുപോലെ സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. മിഴി, ആ പുറത്തേക്ക് പോയവരെ കൂടി വിളിക്കും. ചർച്ചയൊക്കെ നാളെ മുതലാവാം. അടുപ്പിൽ ചായപാത്രം വെച്ച് അവർ പറഞ്ഞു. മോള് പൂജാമുറിയിൽ നിന്ന് ആ കർപ്പൂരത്താലം കൂടി കത്തിച്ചോണ്ടുവാ. വേദയെയും അവർ പറഞ്ഞു വിട്ടു. മിഴി എല്ലാവരെയും കൂട്ടി വന്നതും വേദ വന്നതും മായ അവർ കൈമാറിക്കൊടുത്തു. വേദ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മിഴിയുടെ കയ്യിൽ പിടിച്ച് അവൾക്കടുത്തേക്ക് നിർത്തി കയ്യിലെ താലം അവൾ കൂടി നീട്ടി. ഞാൻ ഏട്ടത്തി? മിഴി അവളെ നോക്കി ചോദിച്ചു. പിടിക്ക് പെണ്ണെ, വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിഴിയും അവർക്കൊപ്പം ചേർന്ന് ആ അടുപ്പിൽ അഗ്നി പകർന്നു. പിന്നീട് മായ ആ പാല് കാച്ചിക്കൊണ്ട് ഹാളിലെ എല്ലാവർക്കും കൊടുത്തു. വേദയ്ക്കും അർജുനും മധുരം കൂടി നൽകിക്കൊണ്ട് അവർ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി. തുടരും. കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.